Download now. CC Learning App. ഹായ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്ക്. ഞാൻ അശ്വതി ജോഷി. അപ്പൊ നമ്മുടെ സെറ്റ് എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു. അടുത്ത സെറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരാറായി. എന്താ അങ്ങനെ പറഞ്ഞത്? കഴിഞ്ഞ തവണ ഏപ്രിൽ 27-നാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നത്. ഇത്തവണ റിസൾട്ട് നേരത്തെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏപ്രിൽ 27 വരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ എന്ത് ചെയ്യാം, LBS നേരത്തെ നോട്ടിഫിക്കേഷൻ ഇറക്കാം. അപ്പൊ ആ ഒരു പ്രതീക്ഷയോടുകൂടി വേണം ഇനി നമ്മൾ പഠിക്കാനായിട്ട്. ഇനിയും നോട്ടിഫിക്കേഷൻ വരട്ടെ, വന്നിട്ട് പഠിക്കാം എന്നൊന്നും കരുതി ആരും ഇരിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കഴിഞ്ഞ തവണ സെറ്റ് എക്സാം എഴുതിയ എല്ലാ കുട്ടികൾക്കും അറിയാം സെറ്റിന്റെ ലെവലിൽ നിന്ന് എങ്ങോട്ട് ക്വസ്റ്റ്യൻസ് പോയിട്ടുണ്ട്, നെറ്റിന്റെ ലെവലിലേക്കും ക്വസ്റ്റ്യൻസ് പോയിട്ടുണ്ട്. നിങ്ങൾ CCയുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എക്സാമുകളെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും CCയുടെ കോഴ്സുകൾ എല്ലാം നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. മാത്രമല്ല, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ എഴുതി നോക്കണമെന്നുണ്ടെങ്കിൽ എക്സാമുകളെ കുറിച്ച് എങ്ങനെയാണ് ഒരു എക്സാം എഴുതേണ്ടത് എന്നതൊക്കെ വളരെ കൃത്യമായിട്ടും അതുപോലെ തന്നെ സിലബസും ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും CCയുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇതെന്താണെന്നറിയോ? കഴിഞ്ഞ തവണത്തെ നമ്മുടെ CCയുടെ റിസൾട്ടാണ്. ഒരു പോസ്റ്ററിൽ ഉൾക്കൊള്ളിക്കാവുന്നതല്ല, എന്നിരുന്നാൽ കൂടെ മാക്സിമം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ പോസ്റ്ററിൽ ഇടം നേടണമെങ്കിൽ, അടുത്ത തവണ നിങ്ങൾ ഇടം നേടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോഴേ നല്ല രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ പറ്റൂ. സിലബസിനെ വലിച്ചു വാരി പഠിക്കാൻ നിൽക്കരുത്. ഒരു കാരണവശാലും സെറ്റ് പോലുള്ള ഒരു എക്സാമിന് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യില്ല? പാസ്സാകില്ല. വലിച്ചു വാരി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ എങ്ങും എത്താത്ത ഒരു കണ്ടീഷനിലെത്തും. വലിച്ചു വാരി പഠിക്കുകയും ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ അങ്ങനെയല്ല പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിലാണ് CC കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സിസ്റ്റമാറ്റിക് ആയ ഒരു ടൈം ടേബിൾ ഉണ്ട്. നമ്മുടെ ലേണിംഗ് ആപ്പ് സിസ്റ്റമാറ്റിക് ആയ ഒരു ടൈം ടേബിൾ ഉണ്ട്. അതിന്റെ ബേസിൽ കുട്ടികൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ കൃത്യമായിട്ട് ജോയിൻ ചെയ്ത് പഠിക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുട്ടികളുടെ ചില സംശയങ്ങളാണ്. പലരും പഠിച്ചു തുടങ്ങിയിട്ടില്ല. പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പേ കുറേ അധികം സംശയങ്ങളുണ്ട് കുട്ടികൾക്ക്. കറസ്പോണ്ടൻസ് ആയിട്ടാണ് ഞാൻ പഠിച്ചത്, എനിക്ക് സെറ്റ് എക്സാം എഴുതാൻ സാധിക്കുമോ? അന്യ സംസ്ഥാനത്താണ് ഞാൻ ക്വാളിഫൈ ചെയ്തത്, എക്സാം ക്വാളിഫൈ ചെയ്തത്, എനിക്ക് സെറ്റ് എക്സാം എഴുതാൻ സാധിക്കുമോ? അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ്. ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പൊ ആ സംശയങ്ങൾ, കുറച്ചധികം കുട്ടികൾ ചോദിച്ച സംശയങ്ങൾ, ചില സംശയങ്ങളുടെ ഉത്തരം മാത്രമേ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയുകയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ പ്രോസ്പെക്ടസ് ഉണ്ടായിരിക്കണം. അതിൽ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. നോക്കൂ, കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകളിൽ നിന്ന് ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദത്തിൽ 50% കുറയാത്ത മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡ് കൂടാതെ ഏതെങ്കിലും വിഷയത്തിൽ BEd ഉണ്ടെങ്കിൽ അവർക്ക് സെറ്റ് ജൂലൈ 2026 അപേക്ഷിക്കാൻ യോഗ്യരാണ്. അപ്പൊ എന്നോട് പലരും ചോദിച്ച സംശയമാണ്. അപ്പൊ എന്നോട് സംശയം ചോദിച്ച കുട്ടികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് അതിനുള്ള ഉത്തരവാണ് കേട്ടോ. അന്യ സംസ്ഥാനത്തിലെ സർവകലാശാലകളിൽ നിന്ന് മേൽപ്പറഞ്ഞ യോഗ്യത, ഏത് യോഗ്യതയാണെന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, നേടിയവർ പ്രസ്തുത യോഗ്യത കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ച തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി കേട്ടോ. അടുത്ത നോക്കൂ, കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിക്കാത്ത, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരമാണ് കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിക്കാത്ത കറസ്പോണ്ടൻസ് കോഴ്സ് വഴിയോ? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതാണ്, അംഗീകരിക്കാത്ത കറസ്പോണ്ടൻസ് കോഴ്സ് വഴിയോ അല്ലെങ്കിൽ ഓപ്പൺ സർവകലാശാലകളിൽ നിന്നോ യോഗ്യത നേടിയവർ സെറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ അർഹരല്ല. അങ്ങനെയുള്ളവർക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല? സെറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. ഓർത്തോളുക. അംഗീകാരം ഉള്ള കറസ്പോണ്ടൻസ് കോഴ്സ് വഴി, അപ്പൊ നിങ്ങൾ അംഗീകാരമുള്ള കറസ്പോണ്ടൻസ് കോഴ്സ് ആണ് പാസ്സായിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പൺ സർവകലാശാല വഴി
കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും സർവകലാശാലയിൽ നിന്ന് യോഗ്യത നേടിയവർ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്നും ആ ബിരുദങ്ങൾ അംഗീകരിച്ചു കൊണ്ടുള്ള തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി. അതിന്റെ ഉത്തരവ് നിങ്ങൾക്ക് കിട്ടി. അപ്പൊ നിങ്ങൾ കറസ്പോണ്ടൻസ് കോഴ്സ് വഴിയാണ് പാസ്സായതെങ്കിൽ നിങ്ങൾ അംഗീകരിച്ചിട്ടുള്ളതാണോ പാസ്സായിരിക്കുന്നതെന്ന് ഒന്ന് വ്യക്തമാക്കുക കേട്ടോ. അത് മാത്രം മതി. അതുപോലെ ഓപ്പൺ സർവകലാശാല, കേരളത്തിന് പുറത്തുള്ള സർവകലാശാല, അതിന്റെ ഉത്തരവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായേ? അടുത്ത പലരും ചോദിക്കുന്നുണ്ട്, ടീച്ചറെ എന്നോട് പലരും പറയുന്നു DLED അല്ലെങ്കിൽ LTTC പരീക്ഷ പാസ്സായാൽ എനിക്ക് സെറ്റ് എക്സാം എഴുതാം. അത് ഏതൊക്കെ സബ്ജക്റ്റിനാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയുക. ഹിന്ദി, അറബി, ഉറുദു എന്നീ ഭാഷകളിൽ DLED അല്ലെങ്കിൽ TTC പാസ്സായിട്ടുള്ളവർക്ക് B.Ed ബിരുദം ഇല്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകൾക്ക് വിധേയമായി സെറ്റ് ജൂലൈ 2026 അപേക്ഷിക്കാം. അപ്പൊ ആർക്കൊക്കെയാണ്, ഏതെല്ലാം വിഷയങ്ങളിൽ DLED TTC പാസ്സായവർക്ക് സെറ്റ് എക്സാമിന് അപേക്ഷിക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ആ സംശയവും നിങ്ങൾക്ക് മാറിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദിച്ചതാണ്, ബയോടെക്നോളജി വിഷയത്തിൽ 60% കുറയാതെ തത്തുല്യ ഗ്രേഡ് കുറയാതെ ലഭിച്ച ബിരുദാനന്തര ബിരുദവും നാച്ചുറൽ സയൻസിൽ B.Ed. അപ്പൊ ബിരുദാനന്തര ബിരുദം ഏതിലാണ്? ബയോടെക്നോളജിയിലും. B.Ed ഏതിലാണ്? നാച്ചുറൽ സയൻസിൽ നേടിയവർക്ക് ബയോടെക്നോളജിയിൽ സെറ്റ് എക്സാം എഴുതാം. മനസ്സിലായോ? ബയോടെക്നോളജിയിലാണ് അവർക്ക് സെറ്റ് എക്സാം എഴുതാൻ സാധിക്കുക. ആന്ത്രോപോളജി, കൊമേഴ്സ്, ജിയോളജി, ഹോം സയൻസ്, ജേർണലിസം, മ്യൂസിക്, ഫിലോസഫി, സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് സെറ്റ് പരീക്ഷ എഴുതുന്നതിൽ നിന്ന് എന്ത് യോഗ്യത നിർബന്ധമല്ല? B.Ed യോഗ്യത നിർബന്ധമല്ല. അതും പലരും ചോദിച്ച ചോദ്യമാണ്. ഏതൊക്കെ സബ്ജക്റ്റുകൾക്കാണ് B.Ed യോഗ്യത നിർബന്ധമല്ലാത്തത്? അപ്പൊ നിങ്ങൾ ഈ സബ്ജക്റ്റുകളിലൊക്കെ ബിരുദാനന്തര ബിരുദം PG നേടിയവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തിന് അപേക്ഷിക്കാൻ സാധിക്കും? സെറ്റ് എക്സാമിന് അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ. അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊക്കെ എല്ലാവരും ചോദിച്ച ചോദ്യങ്ങളാണ്. മാത്രമല്ല ഇനി ഒത്തിരി സംശയങ്ങളുള്ള കുട്ടികളുണ്ടാകും. ഇത് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി മാത്രമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യുക, കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വായിക്കുക. 2026 ജൂലൈയിലെ പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് കിട്ടത്തില്ല. മനസ്സിലായോ? ഫെബ്രുവരിയിലെ കിട്ടും. അതിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പലരും ചോദിക്കുന്നുണ്ട്, യോഗ്യതയിൽ വ്യത്യാസമുണ്ടോ? യോഗ്യതയിൽ വ്യത്യാസം ഇതുവരെ വന്നിട്ടില്ല. ഈ യോഗ്യതകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അറിയുക എന്നത് മാത്രം. ഇനി മറ്റൊരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി അധികം കുട്ടികൾക്ക് ജനറൽ പേപ്പറിന്റെ ഭാഗത്ത് നിന്നാണ് മാർക്ക് പോയത്. പലരും പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ പോയിന്റ് റൗണ്ട് ചെയ്തൊക്കെ പാസ്സാകും എന്ന് കരുതിയിരുന്നവരുണ്ട്. പോയിന്റ് സബ്ജക്റ്റിന്റെ ഭാഗത്ത്, ജനറൽ പേപ്പറിന്റെ ഭാഗത്ത് നിന്ന് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റൗണ്ട് ഒന്നും ചെയ്യില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യുമ്പോൾ, അഗ്രിഗേറ്റ് കണക്കാക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ പോയിന്റ് റൗണ്ട് ചെയ്യുള്ളൂ എന്നുള്ളത്. എന്നിരുന്നാൽ കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് പോയതെങ്കിലും ഞാൻ പഠിച്ച് സെറ്റായിരിക്കുകയാണ്, ഇനി എനിക്ക് കുറച്ച് 1-2 മാർക്ക് മതി, അപ്പൊ അടുത്ത പ്രാവശ്യം എനിക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക, റിവൈസ് ചെയ്യുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്താൽ മാത്രം പോരാ. കാരണം കഴിഞ്ഞ പ്രാവശ്യം നെറ്റിന്റെ ലെവലിലേക്ക് ക്വസ്റ്റ്യൻസ് ഉയരുന്നു എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽറ്റി ലെവൽ കൂടുന്നു എന്നാണ് അർത്ഥം, അല്ലെ? പലപ്പോഴും പല കുട്ടികൾക്കും ജനറൽ പേപ്പർ മാത്രമാണ് പോകുന്നത്. ജനറൽ പേപ്പറിൽ ഒരു ബേസും ഇല്ലാത്ത കുട്ടികളുണ്ട്. അവരോട് ഞാൻ പറയുകയാണ്, വളരെ ഡീപ്പായിട്ട് പഠിക്കുക. 10th ലെവൽ മുതൽ PG ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ കയറി വരുന്നത്. സബ്ജക്റ്റിന്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അവയർനെസ് ഉണ്ടാകും. PGക്ക്
നിങ്ങളെല്ലാം പഠിച്ചതാണ്, നിങ്ങൾക്കൊന്ന് പൊടി തട്ടി എടുത്താൽ മതി. എന്നാൽ ജനറൽ പേപ്പർ അങ്ങനെയല്ല, പല മേഖലകളും നിങ്ങൾക്ക് അറിയാത്ത ഭാഗങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ പത്രം വായിക്കാത്ത ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. പത്രം വായിക്കാത്ത സ്റ്റുഡൻസിനോട് കൃത്യമായിട്ട് പത്രം വായിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ കറണ്ട് അഫയേഴ്സ് എല്ലാം ധാരാളം നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ, എല്ലാ ചാനലുകളിൽ നിന്നും നമുക്ക് കറണ്ട് അഫയേഴ്സ് കിട്ടുന്നുണ്ട്. എന്നാലും ഡീപ്പായുള്ള വായന അവിടെ വളരെ അത്യാവശ്യമാണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇന്നതിന്റെ ആൻസർ ഇന്നതാണ് എന്ന രീതിയിൽ മാത്രം പഠിച്ചു പോയാൽ പോരാ. വളരെ കൃത്യമായിട്ട് വളരെ ഡീപ്പായിട്ട് വായിച്ചിരുന്നാൽ മാത്രമേ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ജനറൽ പേപ്പർ ആണ് ബുദ്ധിമുട്ട് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജനറൽ പേപ്പറിന്റെ കോഴ്സ് സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അതിനും നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പൊ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഉടനെ പഠിച്ചു തുടങ്ങുക. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മുടെ CC ഇവിടെ ക്ലാസ്സുകൾ കൊടുത്തു വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നിങ്ങൾക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം 400-ലധികം ലൈവ് ക്ലാസ്സുകളാണ് നമ്മളിവിടെ കൊടുത്തത്. മാത്രമല്ല വീക്ക്ലി എക്സാംസ് ഉണ്ടാകും, ഡെയിലി വർക്കൗട്ട്, അതാണ് പ്രധാനം കേട്ടോ. ഓരോ ദിവസവും പഠിക്കുന്ന പോർഷൻസിനനുസരിച്ച് ഡെയിലി വർക്കൗട്ട് ചെയ്യുക, അത് വളരെ പ്രധാനമാണ്. ലാസ്റ്റ് നമുക്ക് ഒരു വീക്കിന്റെ ലാസ്റ്റില് ഒരു റിവിഷൻ ഉണ്ടാകും, എക്സാമും ഉണ്ടാകും. അപ്പോഴേക്കും നിങ്ങളത് സെറ്റ് ആകും കേട്ടോ. മാത്രമല്ല കോഴ്സിന്റെ ലാസ്റ്റിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതുപോലെ തന്നെ 15 എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ 15 എക്സാംസും നിങ്ങളുടെ സെറ്റ് എക്സാമിന്റെ അതേ ലെവലിൽ തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യം എക്സാം മാത്രം എഴുതിയ ഒത്തിരി അധികം കുട്ടികളുണ്ട്. അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നു, അത് വളരെ ഫലപ്രദമായിരുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങുക. ഒരു ടൈം ടേബിളിന്റെ സഹായത്തോടെ തന്നെ പഠിച്ചു തുടങ്ങുക. നമ്മളിവിടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യതയോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഫ്രീ ഗ്രൂപ്പിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിരിക്കാം കേട്ടോ. മാത്രമല്ല ഈ വരുന്ന ഏപ്രിൽ 7-ന് നിങ്ങൾക്ക് ജനറൽ പേപ്പറിനെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, ഒരു വെബിനാറിലൂടെ നമ്മളോട് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഈ വരുന്ന ഏപ്രിൽ 7-ാം തീയതി ഒരു വെബിനാറിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ്. അപ്പൊ താഴെ കാണുന്ന ലിങ്കിൽ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളെല്ലാം നമുക്ക് അവിടെ തീർക്കാവുന്നതാണ്. അപ്പൊ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഈ നമ്പറിൽ, ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9746455514 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫ്രീ ഗ്രൂപ്പിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിരിക്കാം, കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയി വീണ്ടും കാണാം. താങ്ക്